ചരിത്രം എപ്പോഴും വിജയികളുടേതാണ്. എന്നാൽ ചില ചരിത്രങ്ങൾ ചോര കൊണ്ട് എഴുതപ്പെട്ടവയാണ്. ബെൽജിയത്തിന്റെ രാജാവായിരുന്ന ലിയോപോൾഡ് രണ്ടാമൻ ലോകം കണ്ട ഏറ്റവും വലിയ നരഭോജിയായ ഭരണാധികാരി. തന്റെ സൈന്യത്തിന്റെ ഒരു തുള്ളി ചോര ചിന്താതെ, യുദ്ധം ചെയ്യാതെ ഒരു വൻ ഭൂഖണ്ഡത്തിന്റെ ഹൃദയം അയാൾ എങ്ങനെയാണ് കീറിമുറിച്ചത്? ആ കഥയാണിത്. ആഫ്രിക്കയുടെ കണ്ണീരായ കോങ്കോ ഫ്രീ സ്റ്റേറ്റിന്റെ കഥ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ലിയോപോൾഡ് ലോകത്തിന് മുന്നിൽ ഒരു മുഖംമൂടി അണിഞ്ഞു. താൻ ആഫ്രിക്കയിലേക്ക് പോകുന്നത് അവിടുത്തെ ജനങ്ങളെ പരിഷ്കരിക്കാനാണെന്നും അടിമത്തം നിർത്തലാക്കാനാണെന്നും അയാൾ ലോകത്തെ വിശ്വസിപ്പിച്ചു. പക്ഷേ 1885-ലെ ബർലിൻ കോൺഫറൻസിൽ തന്ത്രപൂർവ്വം കോങ്കോയെ അയാൾ സ്വന്തമാക്കി. അത് ബെൽജിയത്തിന്റെ കോളനി ആയിരുന്നില്ല, മറിച്ച് ലിയോപോൾഡ് എന്ന വ്യക്തിയുടെ സ്വകാര്യ സ്വത്തായിരുന്നു. പിന്നീട് ലോകം കണ്ടത് ക്രൂരതയുടെ പാരമ്യമാണ്. വ്യവസായ വിപ്ലവകാലത്ത് ടയറുകൾക്കായി റബ്ബറിന് വലിയ ഡിമാൻഡ് വന്നു. കോങ്കോയിലെ കാട്ടു റബ്ബർ ലിയോപോൾഡിന് സ്വർണമായി മാറി. ഓരോ ഗ്രാമത്തിനും നിശ്ചിത അളവ് റബ്ബർ ശേഖരിക്കാൻ ക്വാട്ട നിശ്ചയിച്ചു. ആ ക്വാട്ട പൂർത്തിയാക്കാൻ കഴിയാത്തവരുടെ അവസ്ഥ ഭീകരമായിരുന്നു. ലിയോപോൾഡിന്റെ സ്വകാര്യ സൈന്യമായ ഫോൾസ് പബ്ലിക് ഗ്രാമങ്ങളെ ചുട്ടുചാമ്പലാക്കി. റബ്ബർ കൊണ്ടുവരാത്തവരോട് സൈന്യം ചെയ്തത് എന്താണെന്നോ അവരുടെ കൈകൾ വെട്ടിമാറ്റി. വയോധികരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് മനുഷ്യരുടെ കൈകൾ അറുത്തെടുക്കപ്പെട്ടു. സൈനികർ വെടിയുണ്ടകൾ പാഴാക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഓരോ വെടിയുണ്ടയ്ക്കും പകരമായി ഒരു മനുഷ്യന്റെ കൈ രാജാവിന്റെ ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കേണ്ടി വന്നു. കുട്ടികൾ തങ്ങളുടെ അച്ഛനമ്മമാരുടെ വെട്ടേറ്റ കൈകൾ നോക്കി കരയുന്ന ദൃശ്യങ്ങൾ അക്കാലത്തെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. ലിയോപോൾഡ് ഒരിക്കൽ പോലും കോങ്കോ സന്ദർശിച്ചില്ല. ബ്രസൽസിലെ തന്റെ കൊട്ടാരത്തിലിരുന്ന് അയാൾ കോങ്കോയുടെ രക്തം കുടിച്ചു. 1 കോടിയിലധികം മനുഷ്യരാണ് ആ ഭരണകാലത്ത് കൊല്ലപ്പെട്ടത്. ഹിറ്റ്ലർക്കും സ്റ്റാലിനും മുൻപേ വംശഹത്യ എന്ന വാക്കിന് പുതിയ അർത്ഥം നൽകിയ ക്രൂരൻ. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 1908-ൽ അയാൾക്ക് അധികാരം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. പക്ഷേ കവർന്നെടുത്ത കോടികൾ അയാൾ സ്വന്തം പോക്കറ്റിലാക്കി. ഇന്ന് നമ്മൾ കാണുന്ന ബെൽജിയത്തിലെ മനോഹരമായ പല കൊട്ടാരങ്ങളും സ്മാരകങ്ങളും കോങ്കോയിലെ മനുഷ്യരുടെ ചോര കൊണ്ട് പണിതതാണ്. ലിയോപോൾഡ് രണ്ടാമൻ ചരിത്രത്തിൽ നിന്ന് മറഞ്ഞു പോയിരിക്കാം. പക്ഷേ മുറിവേറ്റ കൈകളുമായി ചരിത്രത്തിന്റെ താളുകളിൽ നിൽക്കുന്ന ആ കോങ്കോ ജനത നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അധികാരം അത്യാഗ്രഹത്തിന് വഴിമാറുമ്പോൾ മനുഷ്യൻ മൃഗത്തേക്കാൾ ക്രൂരനാകുമെന്നതിന്റെ പച്ചയായ ഓർമ്മപ്പെടുത്തൽ.